friends, welcome back to our channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്ത് നിർത്തിയ 4 പ്രോഡക്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ നിർത്തിയതും പിന്നെ അതിന് പകരമായിട്ട് ഞാൻ എന്താ യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പ്രോഡക്റ്റിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന 4 പ്രോഡക്ട്സിൽ ഏതെങ്കിലും നിങ്ങൾ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ റിമൂവൽ ക്രീം ആണ്. ഹെയർ റിമൂവൽ ക്രീം എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒന്നാണ് വീറ്റ് അല്ലേ. ഞാനും ഒരു കാലം വരെ ഞാൻ യൂസ് ചെയ്തിരുന്ന സാധനമാണ് വീറ്റ്. കാരണം നമ്മുടെ കയ്യിലുള്ള ഹെയർസ്, കാലിലുള്ള ഹെയർസ് എല്ലാം മാറാനായിട്ട് അല്ലെങ്കിൽ കളയാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് ഈ ക്രീം യൂസ് ചെയ്യുക. നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, അഫോർഡബിൾ ആണ്. നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോവാണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഹെയർസ് നമുക്ക് കളയാൻ പറ്റും. ഒരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഹെയർസ് ഒക്കെ കംപ്ലീറ്റ് കളയാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു ഹെയർ റിമൂവൽ ക്രീം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒട്ടും കൊള്ളില്ലാത്ത ഒരു മെത്തേഡാണ് ഈ ഒരു ക്രീം ഉപയോഗിച്ച് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ക്രീം പുരട്ടി ഒരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ഹെയർസ് എല്ലാം ഇങ്ങനെ ജീവനില്ലാത്ത പോലെ അങ്ങോട്ട് പൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ എന്താ പറയുക ഡൈല്യൂട്ടായി പോവുക, ഡിസോൾവ് ആയി പോവുക എന്ന് പറയില്ലേ, അങ്ങനെ പോവുകയാണ്. അപ്പൊ ശരിക്കും എന്താ ആ ക്രീമിൽ അത്രയും കെമിക്കൽസ് ഉണ്ട്. നമ്മുടെ ഹെയർസ് ഞങ്ങളുടെ എന്താ പറയാ അങ്ങ് ഡൈല്യൂട്ട് ചെയ്യുന്ന രീതിയിൽ അത്രയും കെമിക്കൽസ് ആ ക്രീമിലുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും നമ്മുടെ സ്കിന്നിന് കൊള്ളില്ല. നിങ്ങൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ്, നമ്മുടെ വീറ്റിന്റെ ഇൻസ്ട്രക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ തന്നെ അതിൽ പറയുന്നുണ്ട് ഒരിക്കലും 6 മിനിറ്റിന് കൂടുതൽ നമ്മൾ ക്രീം കയ്യിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കൂടുതൽ സമയം നമ്മുടെ ക്രീം കയ്യിൽ വെക്കുമ്പോൾ നമ്മുടെ സ്കിൻ വളരെ റാഷ് ആവുകയും അതുപോലെ തന്നെ പല സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവുകയും ചാൻസ് ഉണ്ട് കേട്ടോ. കൂടാതെ ഈ ഒരു ക്രീം നമ്മൾ പുരട്ടി നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തവർക്ക് ശരിക്കും നമ്മുടെ സ്കിൻ ഡാർക്കർ ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കെമിക്കൽ അടങ്ങിയ ഒന്നാണ് ഈ ഒരു വീറ്റ് ക്രീം അല്ലെങ്കിൽ മറ്റേത് ഹെയർ റിമൂവൽ ക്രീമുകളിലും ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അറിഞ്ഞ പിന്നെ ഞാൻ ആക്ച്വലി ഈ ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് വാക്സിങ്. അറിയാം, വാക്സിങ് പറയുമ്പോൾ എല്ലാവർക്കും അയ്യോ എന്നാണ്. എനിക്കും ഭയങ്കര അയ്യോ തന്നെയാണ് കേട്ടോ. കാരണം ഭയങ്കര പെയിൻഫുൾ ആണ് ഒരു മെത്തേഡാണ് വാക്സിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ്ലിയുമാണ്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പലർക്കും അത്ര കൺവീനിയന്റ് ആയിരിക്കില്ല. കുറച്ചുകൂടി ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും കൂടി കൺവീനിയന്റ്. പക്ഷെ നല്ല പെയിൻഫുൾ ആയതുകൊണ്ട് ഞാനും അടിച്ചായിട്ടാണ് ഞാൻ ഈ ക്രീമിലോട്ട് മാറിയത്. പക്ഷെ ഞാൻ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് റേസ്. നമുക്ക് ഷേവ് ചെയ്യാം. നമുക്ക് ലേഡീസിന് യൂസ് ചെയ്യുന്ന ഒരുപാട് റേസേഴ്സ് നമുക്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ഷേവിങ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ വാക്സിന്റെ അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. കാരണം നമ്മളിപ്പോൾ വാക്സിൻ ഉപയോഗിച്ച് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 വീക്സ് ഒക്കെ ശരിക്കും ഹെയർ വരാതെ നമുക്ക് സ്കിന്നിലിരിക്കും. പക്ഷെ നമ്മൾ എന്താ പറയുക റേസർ ചെയ്യുമ്പോഴും നമ്മുടെ ആ മുകളിലത്തെ ആ പോർഷൻ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. റൂട്ടിൽ നിന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ ഹെയർ കളയുന്നില്ല. അപ്പോൾ ഒരു 2 വീക്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ മുടി പെട്ടെന്ന് വളരും റേസർ ഉപയോഗിക്കുകയാണെങ്കിൽ. വാക്സിൻ ആണെങ്കിൽ കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പതുക്കെ നമ്മുടെ ഹെയർസ് ഒക്കെ വളരുള്ളൂ. പക്ഷെ ഇത്രയും പെയിൻഫുൾ ആയ മെത്തേഡാണ് വാക്സിൻ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ. നമ്മളിപ്പോൾ വീട്ടിലുള്ളൂ, കൊറോണയാണ്, നമ്മൾ അധികം പുറത്തൊന്നും പോകുന്നില്ല, പിന്നെ ഹെയർസ് ഉണ്ടെന്ന് വെച്ചാലും എനിക്ക് വലിയ ഇതൊന്നുമില്ല. ചില സമയത്ത് എനിക്ക് ഹെയർ റിമൂവ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ റേസർ ഉപയോഗിച്ചിട്ട് ഞാൻ ഹെയർ റിമൂവ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് നിർത്തിയ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് ദ ഹെയർ റിമൂവൽ ക്രീം. സെക്കൻഡ് ഞാൻ ഉപയോഗം നിർത്തിയ മറ്റൊരു പ്രോഡക്റ്റ് ആണ് നെയിൽ പോളിഷ്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നെയിൽ പോളിഷിന് എന്താ പ്രശ്നം? കാരണം നെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെഡ് ടിഷ്യൂ അല്ലേന്ന്. അങ്ങനെയല്ല. പഠനങ്ങൾ രേഖപ്പെടുത്തുന്നത് നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന കെമിക്കൽസ് നമ്മുടെ നെയിൽ ബെഡ് അബ്സോർവ് ചെയ്യുകയും അത് ബ്ലഡ് സ്ട്രീമിൽ കൂടെ പോയി നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാട്ടോ.
ശരിയാ, പലർക്കും ഇത് അറിയില്ല അല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 3 months ആയിട്ട് ഞാൻ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ടേ ഇല്ല, ഈ ഒരു കാര്യം അറിഞ്ഞതിന് പിന്നെ. പക്ഷെ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് ടോക്സിക് ഫ്രീ നെയിൽ പോളിഷ് അവൈലബിൾ ആണ്. പക്ഷെ നമുക്കറിയില്ല എത്രത്തോളം അതൊരു ടോക്സിൻ ഫ്രീ ആണ് എന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പില്ല. അപ്പൊ നമുക്ക് മറ്റ് വഴി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്കവർക്കും അങ്ങനെ പാട് നെയിൽ പോളിഷ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ വരുമ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ കുറേ കോട്ടുകൾ അടിച്ചു വെക്കാണ്ട് ഒറ്റ കോട്ട് മാത്രം അടിച്ചു വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ കഴിയുമ്പോൾ ഒരു റിമൂവർ ഉപയോഗിച്ച് കഴുകി നമ്മുടെ നെയിൽസിനെയൊക്കെ ഫ്രീ ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി ഒക്കെ ഇട്ട് അത്രയും ഇങ്ങനെ നമുക്കൊരു കളർ വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഉപയോഗം നിർത്തിയ മറ്റൊരു പ്രോഡക്റ്റ് ആണ് നെയിൽ പോളിഷ്. ഞാൻ ഉപയോഗം നിർത്തിയ മറ്റ് 3rd പ്രോഡക്റ്റ് ആണ് ഫേസ് വാഷ് എന്ന് പറയുന്നത്. അതും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഫേസ് വാഷ്. പലർക്കും അറിയാം, നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് അറിയാം. ഞാൻ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ അതിൽ ഒരുപാടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് ശരിക്കും പറഞ്ഞാൽ പൊട്ടയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ ഞാൻ കരുതിയിട്ടുണ്ട് നമുക്ക് വീട്ടിലുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ഹോം മെയ്ഡ് ഒരു ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാശ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഈ കെമിക്കൽ ബേസ്ഡ് ഫേസ് വാഷ് ഞാൻ വാങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിയർലി ഒരു 6 months മേലെ ആയിട്ടുണ്ട് ഞാൻ കംപ്ലീറ്റ്ലി മാർക്കറ്റ് ബേസ്ഡ് ഫേസ് വാഷ് ഞാൻ നിർത്തിയിട്ടോ. അതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്കിൻ എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരുന്നു. നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്റെ മുഖമൊക്കെ നമ്മളിങ്ങനെ വരണ്ടിങ്ങനെ വലിഞ്ഞിരിക്കുക എന്നുള്ളത് ആ ഒരു ഇതായിരുന്നു എനിക്ക്. പക്ഷെ ഞാനിപ്പോൾ ഹോം മെയ്ഡ് ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു അത്രയും ഡ്രൈനെസ്സും ഇല്ല, അത്രയും ഒരു ഓയിലിയും അല്ല. എൻ്റെ ഒരു നോർമൽ സ്കിന്നിലോട്ട് എനിക്ക് എൻ്റെ സ്കിൻ വന്നിട്ടുണ്ട് കേട്ടോ. അതെനിക്കൊരു വലിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ പാടുകളൊക്കെ പെട്ടെന്ന് മാറുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ഈവൻ എനിക്ക് കുരു വന്നാൽ പോലും ആ കുരുവിന്റെ പാടുകളൊക്കെ പെട്ടെന്ന് മാറുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒരു ഹോം മെയ്ഡ് ഫേസ് വാഷിലോട്ട് ഞാൻ കിടന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഉപയോഗം നിർത്തിയ 4 പ്രോഡക്റ്റ് ആണ് ഷാംപൂ. അപ്പോൾ ഷാംപൂ കംപ്ലീറ്റ്ലി ഞാൻ ഉപയോഗം നിർത്തിയെന്നല്ല, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂസിന്റെ ഉപയോഗം ഞാൻ നിർത്തി. ഞാൻ മാക്സിമം കൂടുതലും ഞാൻ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷാംപൂസ് ആണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. എനി ഫംഗ്ഷൻസ് വരുമ്പോൾ ഞാൻ നമ്മുടെ മൈൽഡ് ഷാംപൂ ആയ ഖാദിയുടെ ഷാംപൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബാക്കി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡൗ, പാൻറ്റീൻ, സൺസിൽക്ക് അങ്ങനെ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സും ഞാൻ കംപ്ലീറ്റ്ലി നിർത്തി എന്നുള്ളതാണ് കാര്യം. പിന്നെ ഞാൻ ആഴ്ചയിൽ ഒറ്റ തവണ മാത്രമേ ഞാൻ ഷാംപൂ യൂസ് ചെയ്യുന്നുള്ളൂ. അത് മിക്കപ്പോഴും നമ്മുടെ ഹോം മെയ്ഡ് ഷാംപൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഞാൻ പല വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാംപൂസിൽ ഉപയോഗിക്കുന്ന പലതും നമ്മുടെ SLS, പാരബൺ അങ്ങനെ പറഞ്ഞ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഷാംപൂ ചെയ്യുമ്പോൾ നമുക്ക് ഷാംപൂവിന് നല്ല മണവും മുടിക്ക് നല്ല മണവും അതുപോലത്തെ നല്ല തിളക്കം കിട്ടും. പക്ഷെ ലോങ് ടേമിൽ വെച്ച് നോക്കുമ്പോൾ മുടിക്ക് ഒട്ടും കൊള്ളില്ലാത്ത കെമിക്കൽസ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ മുടിക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും സ്കിൻ ഇറിറ്റേഷൻ, ക്യാൻസർ പോലുള്ള പല അസുഖങ്ങൾക്കും കാരണങ്ങളാണ് ഈ ഷാംപൂ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പിന്നെയും അത് അറിഞ്ഞുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത് കൊള്ളില്ല. കൂടാതെ ഞാൻ നിങ്ങൾക്ക് കുറെ ഹെയർ കെയർ ടിപ്സ് തരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനല്ലേ ആദ്യം ആ ഉപയോഗം നിർത്തേണ്ടത് അല്ലേ? അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ മാർക്കറ്റ് ബേസ്ഡ് സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂസിന്റെ ഉപയോഗം നിർത്തി മൈൽഡ് ആൻഡ് നാച്ചുറൽ ഷാംപൂസിലോട്ട് മാറിയത്. എന്റെ മുടിക്ക് ചിലപ്പോൾ നാച്ചുറൽ ഷാംപൂസ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് വലിയ തിളക്കൊന്നും കിട്ടിയില്ലെങ്കിലും എൻ്റെ മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഷാംപൂ നിർത്താനുള്ള കാരണം. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ഷാംപൂ ഉപയോഗം പാടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ നാച്ചുറൽ ഷാംപൂ അല്ലെങ്കിൽ മൈൽഡ് ഷാംപൂ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഷാംപൂസിലെ കെമിക്കൽസ് എന്തൊക്കെ അറിയണമെന്നെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുക്കുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഷാംപൂസിൽ ഈ പറയുന്ന കെമിക്കൽസ് ഉണ്ടെങ്കിൽ അത് പാടെ നിർത്തി നമ്മുടെ ഹോം മെയ്ഡ് ഷാംപൂയിലോട്ട് കിടക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 4 പ്രോഡക്ട്സ് ആണ് ഞാൻ ശരിക്കും പറഞ്ഞ ഉപയോഗം നിർത്തിയ. ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോർ ദാൻ 3 months ആയിട്ട് ഞാൻ ഈ പ്രോഡക്ട്സ് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്കിന്നിലായാലും എൻ്റെ എന്താ പറയുക എനിക്ക് മുടിയിലായാലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മുടിയും സ്കിന്നൊക്കെ നാച്ചുറലായിട്ട് ഹീലിംഗ് ചെയ്യുന്നു, നാച്ചുറലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്ട്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ കേട്ടോ. നമുക്ക് അതിന് പകരമായിട്ട് ഏതൊക്കെ പ്രോഡക്ട്സ് ഉപയോഗിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ ഞാൻ പറയുന്ന ഈ 4 പ്രോഡക്ട്സിൽ ഏതെങ്കിലും ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഈ നെയിൽ പോളിഷിലുള്ള കെമിക്കൽസ് എല്ലാം നമ്മുടെ നെയിൽ ബ്ലഡ് ആ നെയിൽ പോളിഷിലുള്ള കെമിക്കൽസ് നമ്മുടെ നെയിൽ ബഡ്